ഗായ്സ് അങ്ങനെ ഫൈനലി നമ്മളിവിടെ റീച്ചായി ഗായ്സ്. ഒരു കാര്യമായിട്ടൊരു കാര്യം പറയുകയാണ്, നോർത്ത് വെയിൽസ് ഒരു ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൈസ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നോർത്ത് വെയിൽസിലുള്ള ഒരു ആബർ ഫാൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫാളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ബാക്കിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തേണ്ടത്? ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അതെങ്ങനെയാണ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് വെറും 3 പൗണ്ടിൽ ഒരു UK-യിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക. A to Z കാര്യങ്ങൾ, എവിടെയാണ് ഇറങ്ങേണ്ടത്, എവിടെ നിന്നാണ് വണ്ടി എടുക്കേണ്ടത്, എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആബർ ഫാൾസിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. നിർത്തി തന്നു ഗൈസ്. ഒരു 5 പൗണ്ട് കൊടുത്ത് നമുക്ക് ഈ പോയിന്റ് വരെ നമുക്ക് കാറ് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാറായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വരെ കൊണ്ടുവരാം. എനിവേ നമ്മൾ ട്രക്ക് ചെയ്ത് തന്നെ മേളിലേക്ക് കയറി പോകണം ഗൈസ്. ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത് ബാങ്കറിൽ വെച്ചാണ്. അവിടെ ഞങ്ങൾ 5 പേര് ഒരു ഗ്രൂപ്പ് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഒരാൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 3 പൗണ്ട്സേ ആവുള്ളൂ. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ടിക്കറ്റിന് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അറൈവേൽ നമ്മൾ അകത്ത് കയറുന്നത് പറഞ്ഞാൽ മതി, 1 ഡേ ഗ്രൂപ്പ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് റിട്ടേണും. അത് മാത്രമല്ല, അവർ പറയുന്ന ഒരു ഏരിയയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കറങ്ങാൻ പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ള കുറേ സ്പോട്ടുകളാണെങ്കിലും നമുക്ക് ആ ഒരു ടിക്കറ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഗൈസ്. അവിടെ നിന്ന് ബാങ്കറിൽ നിന്നാണെങ്കിലും ബാങ്കറിൽ നിന്ന് വണ്ടി കയറാം. ഇല്ല നിങ്ങൾ ലിവർപൂൾ സൈഡിൽ നിന്ന് വരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വണ്ടി കയറാം, ഡേ ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് അത് ഇറങ്ങേണ്ട സ്ഥലം എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല, ഇതൊരു വെൽഷ് വേർഡാണ്, അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അവിടെ ഇറങ്ങുക, എന്നിട്ട് അവിടെ നിന്നൊരു ഇടവഴി ഉണ്ട്, അതിലെ കൂടെ നേരെ നടന്നു വന്നാൽ മതി ഗൈസ്. ഏകദേശം ഒരു മണിക്കൂറോളം നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളൊരു അരുവിയുടെ സൈഡിൽ കൂടെയാണ്, പാലമൊക്കെ ഉണ്ടാവും, നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല രീതിയിൽ ആസ്വദിച്ച് ട്രക്ക് ചെയ്ത് കയറി വരിക. എന്നിട്ട് മേളിൽ ചെന്നിട്ടുള്ള ഞങ്ങളിതുവരെ എത്തിയില്ല. ചെളിയാണോ യക്കാണോ ശ്രദ്ധിക്കുക, നല്ല ഗ്രിപ്പുള്ള ഷൂ ആയിട്ട് വരിക ആയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ചെളിയുള്ള സ്ഥലത്ത് നമുക്ക് കാലിൽ ചെളി പറ്റാതെ അങ്ങോട്ടേക്ക് എങ്ങനെ എത്താമെന്ന് ഞാൻ കാണിച്ചതാണ് ഗൈസ്. നല്ല തണുപ്പുള്ള നല്ല കണ്ണാടി ചില്ല് പോലത്തെ വെള്ളമാണ് ഗൈസ്. ഭയങ്കര ക്ലിയർ ആണ്, ഭയങ്കര തണുപ്പാണ് ഗൈസ്. നേച്ചറിലേക്കൊക്കെ വന്ന് ഇറങ്ങി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പകുതി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പോകും ഗൈസ്. ഇപ്പം നിങ്ങൾ നോർത്ത് വെയിൽസിലാണ് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നോർത്ത് വെയിൽസ് മാത്രമല്ല, നോർത്ത് വെയിൽസ് ഇംഗ്ലണ്ട് ബോർഡറിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ഇങ്ങനെ കുറേ സ്പോട്ടുകൾ ഗൈസ്. ഇവിടെ നിന്ന് 4.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നമ്മൾ 2 കിലോമീറ്ററും കൂടെ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കും. നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇന്ന് അനാമിക ചേച്ചിയുടെ സ്പെഷ്യൽ ഒരു ഫുഡാണ്, മലനിരകൾ. ഇതേതാ മീര് മാറി നിൽക്കട ഫ്രെയിമിങ്. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു കിട്ടുന്ന സ്ഥലം കിട്ടി ഗൈസ്, വിത്ത് മൗണ്ടൻ വ്യൂ. ഞാൻ കാണിച്ചു തരാം ഗൈസ്, സ്ഥലം കാണിച്ചു തരാം. കിട്ടുന്ന സ്ഥലമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ഹംബോ കിട്ടുന്ന സ്ഥലം. ഫുഡ് നല്ലായിരുന്നു ഗൈസ്. ആ വാട്ടർഫാളിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. വാട്ടർഫാൾ എവിടെയാ? അവിടെ ഗൈസ് ലോങ് വേ ടു ഗോ ഗൈസ്. നമ്മൾ പണ്ട് മറ്റേ പടം വരയ്ക്കത്തില്ല, 2 മല, അതിന് നടുക്കൂടെ ഒരു വാട്ടർഫാൾ. കിഡിലും പാലം ഉണ്ട് ഗൈസ്. നമ്മളിവിടെ അടുത്ത് കിടക്കുന്ന സ്ഥലമായാലും ശരി, ദൂരെ കിടക്കുന്ന സ്ഥലമായാലും ശരി, നമ്മൾ ഏത് സ്ഥലത്ത് പോകുന്നതിനേക്കാളും ഉപരി നമ്മൾ ഏത് പെർസ്പെക്റ്റീവിൽ അത് കാണുന്നു, ഏത് പെർസ്പെക്റ്റീവ് നമ്മളത് എടുക്കുന്നു, അതിലൊക്കെയാണ് ഗൈസ് കാര്യം. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളിവിടെ റീച്ചായി ഗൈസ്. വീക്കെൻഡിലൊക്കെ ചുമ്മാ ഇരിക്കുവാണേ, നിങ്ങൾ നോർത്ത് വെയിൽസിൽ പണിയെടുക്കുന്നവരാണ്, ചുമ്മാ ജസ്റ്റ് ഒന്ന് നടന്ന ഒരു ഔട്ടിംഗ് ഒക്കെ വന്നിട്ട് പോകുക ഗൈസ്. ഹൈലി റെക്കമെൻഡഡ് ആണ്. കാരണം ഒരു റിസ്ക്കും ഇല്ല, വരുമ്പം നല്ലൊരു വ്യൂവും കിട്ടും. ഓപ്പോസിറ്റ് നല്ല മൗണ്ടൈൻ്റെ വ്യൂ ഉണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഗൈസ്. ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത് തന്നെ വാഷ്റൂം ഉണ്ട്, നമുക്ക് ഇവിടെയൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കാം. അടിപൊളി വ്യൂ ആണ് ഗൈസ്. വാട്ടർഫാളിൻ്റെ മേളിൽ നിന്ന് ഞാൻ വീഴാൻ തുടങ്ങുമായിരുന്നു. ബിക്കോസ് എൻ്റെ ഈ ഷൂ അത്ര ഗ്രിപ്പുള്ള ഷൂ അല്ല, ഞാൻ ജസ്റ്റ് വർക്കൗട്ട്സിനും കാര്യങ്ങൾക്ക് മാത്രം ഇട്ടുകൊണ്ട് പോകുന്ന ഒരു റണ്ണിങ് ഷൂ ആണ്. ഞാൻ ഹൈക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ലൈക്ക് ഒത്തിരി കാലും മടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഞാനിത് എടുത്തത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും സേഫ്റ്റിക്ക് ഒരു കോംപ്രമൈസും വെക്കരുത്. നല്ല ഗ്രിപ്പുള്ള ഹൈക്കിംഗ് ഷൂസോ ട്രക്കിംഗ് ഷൂസോ ഒക്കെ ഇട്ടുകൊണ്ട് മാത്രമേ വരാവുള്ളൂ. കാരണം ഫുള്ള് തെന്നിക്കിടക്കുവാണ്. ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ
നമ്മുടെ ഓൺ റിസ്കിലാണ് നമ്മുടെ ഇവിടെ വരുന്ന ഒരു സേഫ്റ്റി ഗിയേഴ്സ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഗൈസ്. ഇനി നമ്മൾ അഗൈൻ വിശക്കുന്നുണ്ട്, അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളെവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്? KFC. അങ്ങനെ KFCയിൽ ഇപ്പോൾ ഒരു ഡീല് പോകുന്നുണ്ട് ഗൈസ്. അതും വെറും 8 പൗണ്ട് എങ്ങാണ്ടേ ഉള്ളൂ. ആ 8 പൗണ്ടിന് നല്ല ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ള ഒരു ഡീലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അതും പോയി എക്സ്പ്ലോർ ചെയ്യും. അത് ഞാൻ കാണിക്കാം ഗൈസ്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. എൻ്റെ ചിലപ്പോൾ സിനിമ കാണാൻ പോകും, അറിയത്തില്ല, സമയം പോലെ ഗൈസ്. അപ്പോൾ വാട്ടർഫോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്, പിന്നെ കൂടെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. നിങ്ങൾക്ക് ഈ ഫോൾസിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കയ്യിൽ ഫുഡ് കരുതുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഗൈസ്, കാരണം ഒത്തിരി നടക്കാനുണ്ട്, മടുക്കും. ഞങ്ങൾക്ക് വിശന്നുകൊണ്ട് ഞങ്ങൾ ലിഡിലിൽ കയറി പെട്ടെന്ന് എടുത്ത് ഗൈസ്. എന്തായാലും KFC പോയി ചിക്കൻ കഴിക്കാം, അതിൻ്റെ കൂടെ ഒന്ന് വിശപ്പടക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. തിയേറ്ററിൽ സ്നാക്സിനൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ ലിഡിലിൽ കയറി ചെറുതായിട്ട് ഞങ്ങളും കഴിച്ചു, പിന്നെ കുറച്ച് സാധനങ്ങൾ ക്യാരി ചെയ്തു. അകത്ത് ഏറ്റവും ഒന്നും അറിയത്തില്ല. പിന്നെ KFC ഓർഡർ ചെയ്തു ഗൈസ്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്. ഞങ്ങൾ ആ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും മേളിൽ ചെന്നിട്ട് തിരിച്ചിറങ്ങി വന്ന് താഴെ റോട്ടിലെത്തിയപ്പോഴാണ് ഗൈസ്, ഓൾമോസ്റ്റ് ഒരു 6-7 കിലോമീറ്റർ തിരിച്ച് നടന്നു വന്നിട്ടാണ് ഗൈസ് ഞങ്ങൾ അറിയണത് ഞങ്ങളുടെ ബാഗ് മേളിലാണ്. പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കലി ഫിറ്റായിട്ടുള്ള എന്നെ തന്നെ ഈ നാറുകൾ പറഞ്ഞു വിട്ടു ഗൈസ്. ഞാൻ തിരിച്ച് മേളിൽ കയറി വന്നിട്ട് ഇറങ്ങി. ഇന്ന് എങ്ങനെ പോയാലും ഒരു 20-22 കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട് ഗൈസ്. KFCയിൽ ഈ ഒരു ബക്കറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വെറും 8 പൗണ്ടേ ഉള്ളൂ. അതിൻ്റെ അകത്ത് 20 പീസസ് ഉണ്ട്. ഞങ്ങൾ 5 പേര് കൂടി 2 ബക്കറ്റ് ഓർഡർ ചെയ്തുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ ഡ്രിങ്ക്സോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. എനിവേ ആ ബക്കറ്റ് ഭയങ്കര വർത്താണ് ഗൈസ്. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് KFCയുടെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു തിയേറ്റർ. നേരെ തിയേറ്ററിലേക്ക് പോയി ഗൈസ്. സിനിമ കണ്ടിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. വാഴ 2 ആണ് ഗൈസ് ഞാൻ കണ്ടത്. ഹാഷിറും പിള്ളേരും ഒരു രക്ഷയില്ല ഗൈസ്. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. പിന്നെ എസ്പെഷ്യലി നിങ്ങൾ വല്ലതും ഈ പ്രവാസി ജീവിതത്തിലാണ്, UK, ദുബായ് പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു യൂത്ത് ആണെങ്കിൽ, ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ഗൈസ് മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഈ സിനിമ കണ്ടിരിക്കണം ഗൈസ്. കാരണം അത്ര ഹൈലി റിലേറ്റബിൾ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിച്ച് മറഞ്ഞു, സെക്കൻഡ് ഹാഫ് ഫുള്ള് കരഞ്ഞു ഗൈസ്. കിഡിലാം സിമ്പിൾ പ്ലോട്ടാണ്, പക്ഷെ അതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളും ഒരു രക്ഷയില്ല ഗൈസ്. തിരിച്ച് ബസ്സുണ്ട്, ട്രെയിനിന് വേണേൽ പോകാം, പക്ഷേ ഞങ്ങൾക്ക് ഓൾറെഡി ടിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബസ് എടുത്ത് ബസ്സിൽ നിന്ന് ഗൈസ്. വെറും 20 പൗണ്ടിനാണ് ഗൈസ് ഇന്നത്തെ ഒരു ഫുൾ ഡേ. ഒരു സ്ഥലം കണ്ടു, പിന്നെ നമ്മൾ ഫുഡ് ഈറ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ സിനിമയ്ക്കും പോകുന്നുണ്ട് ഗൈസ്. വെറും 20 പൗണ്ട്. നമ്മളിങ്ങനെ ഒരാഴ്ചയിൽ ഒരിക്കലില്ലേ, ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലും, മാസത്തിൽ ഒരിക്കലാണെങ്കിൽ പോലും കുഴപ്പമില്ല അല്ലേടാ. വെറും മാസത്തിൽ ഒരിക്കലാണെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മളിപ്പം ചിലവാക്കുന്ന പൈസ വെറും 2 മണിക്കൂറും കൊണ്ട് നമുക്ക് എവിടെ ഉണ്ടാക്കാൻ പറ്റും? UK ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു 2 മണിക്കൂറത്തെ ഒരു പൈസ ഒരു ദിവസത്തേക്ക് ഫുള്ള് നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാന്നുള്ളൂ. ചിലവരൊക്കെ നല്ലപോലെ NHS ജോലി ചെയ്യുന്നവർ 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും, ഡോക്ടേഴ്സും നേഴ്സുമാരൊക്കെ. അപ്പോൾ ഒരു മണിക്കൂറത്തെ ഒരു പൈസ നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെച്ച് ഇത്രയും ഒരു മെൻ്റൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഗൈസ്. അപ്പം ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. ഞാൻ ഒത്തിരി വലിയ ട്രാവലറൊന്നും അല്ല, എന്നാലും ഞാൻ പറയുവാണ്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് ട്രീറ്റ് യുവർ സെൽഫ്. പിന്നെ കൂടെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ.